കൊല്ലത്ത് RSPയിൽ പൊട്ടിത്തെറി. ഇരവിപുരത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് RSP ഇരവിപുരം മണ്ഡലം സെക്രട്ടറി N. നൌഷാദ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. വിജയസാധ്യത പരിശോധിക്കാതെയാണ് സ്ഥാനാർത്ഥി നിർണയമെന്ന് നൌഷാദ്. കഴിഞ്ഞ ദിവസമാണ് RYF സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വിഷ്ണു മോഹനെ ഇരവിപുരത്ത് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. വിജയസാധ്യത മാനദണ്ഡമാക്കാതെ പരിഹാര സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇപ്പം തീരുമാനിച്ച സ്ഥാനാർത്ഥിക്ക് ഇരവിപുരത്ത് ഒട്ടും വിജയസാധ്യത ഇല്ല എന്ന് മനസ്സിലാക്കുകയാണ്. അതിൽ പ്രതിഷേധിച്ചാണ് ഞാൻ പാർട്ടി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ രാജ്കുമാർ ചേരുന്നുണ്ട് കൊല്ലത്ത്. രാജ്കുമാർ, ഈ N. നൌഷാദിന്റെ പേരടക്കം നേരത്തെ ഇരവിപുരത്തെ UDF സ്ഥാനാർത്ഥി, അതായത് RSP സ്ഥാനാർത്ഥിയുടെ പേരായി ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. അതിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം പ്രേമചന്ദ്രന് തിരിച്ചടിയായി കാർത്തിക് പ്രേമചന്ദ്രനെ വെട്ടിയൊതുക്കി വിഷ്ണു മോഹനെ അവിടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുകയും ചെയ്ത്. ഏതായാലും വലിയ വലിയ പൊട്ടിത്തെറികൾ അവിടെ നടക്കണം. എന്താണ് നൌഷാദ് ആരോപിച്ച വസ്തുതകൾ? അതായത് ഈ കഴിഞ്ഞ ദിവസം ചേർന്ന ഇരവിപുരം മണ്ഡലം കമ്മിറ്റിയിൽ RSPയുടെ മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ മുഖ്യ അജണ്ട എന്ന് പറയുന്നത് ഇരവിപുരം സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ചായിരുന്നു. അതിൽ അസീസായിരുന്നു നേതൃത്വത്തിൽ തന്നെയായിരുന്നു സംസ്ഥാന ആക്ടീവ് സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന അസീസ് തന്നെയായിരുന്നു അന്ന് അവിടെ അധ്യക്ഷനായിരുന്നത്. അദ്ദേഹം അജണ്ടയായിട്ട് അവതരിപ്പിച്ചത് സ്ഥാനാർത്ഥികളുടെ പേര് നിങ്ങൾക്ക് നിർദ്ദേശിക്കാം. 5 പേരുകൾ അന്ന് വന്നു. അതിൽ N. നൌഷാദിന്റെ പേരും MS ഗോപകുമാറിന്റെ പേര്, കാർത്തിക് പ്രേമേന്ദ്രന്റെ പേര്, TC വിജയൻ, അതുപോലെ സജിഡി ആനന്ദ്, 5 പേരുടെ പേരുകൾ വന്നു. അതിൽ 8 വോട്ട്, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഈ മണ്ഡലം സെക്രട്ടറി കൂടിയായ N. നൌഷാദിനാണ്. MS ഗോപകുമാറിനും കാർത്തിക് പ്രേമേന്ദ്രനും 7 വോട്ട് വീതം കിട്ടി. TC വിജയന് 2 വോട്ട്, സജിഡി ആനന്ദിന് 4 വോട്ട്. ഇങ്ങനെയായിരുന്നു ആ പട്ടിക. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് N. നൌഷാദിന് തന്നെയായിരുന്നു. പക്ഷേ ജില്ലാ കമ്മിറ്റിയിലേക്ക് വന്നപ്പോൾ N. നൌഷാദിന്റെ പേര് ആരും നിർദ്ദേശിച്ചില്ല. അവിടെ തന്നെ N. നൌഷാദിന് സഹിക്കാൻ പറ്റാത്ത ഒരു വിഷമമാണ് ഉണ്ടായത്. കൂടുതൽ പിന്തുണ ലഭിച്ച തന്റെ പേര് അവിടെ പരാമർശിക്കാൻ പോലും ആരുമില്ല എന്നുള്ളത് അദ്ദേഹത്തെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ടാകണം. അത് കഴിഞ്ഞ് സംസ്ഥാന കമ്മിറ്റിയിലോ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിലോ എവിടെയും തന്നെ ഈ പേരുകൾ വന്നില്ല. ഏറ്റവും ഒടുവിൽ അതില് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രേമേന്ദ്രന്റെ മകന്റെ പേര് വരെ തെറിച്ചുപോയി. പിന്നീട് അവിടെ വന്നത് ഈ പറഞ്ഞ വിഷ്ണു മോഹൻ, അഡ്വക്കേറ്റ് വിഷ്ണു മോഹനാണ് സ്ഥാനാർത്ഥിയായത്. ഈ ഒരു സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് വിജയ സാധ്യത കണക്കിലെടുക്കാതെയാണ് ഈ നിർണയം RSP നടത്തിയത്. അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം ഇത് പാർട്ടിയിൽ നിന്ന്. രാജ്കുമാർ, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ RSPയില് ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ തീരുമാനം ആരാണ് എടുത്തതെന്നുള്ള ചോദ്യം വരികയാണ്. N. നൌഷാദിന്റെ പേരാണ് കൂടുതൽ പേർ നിർദ്ദേശിച്ചത്. അവിടെ കാർത്തിക് പ്രേമേന്ദ്രന് വേണ്ടി ഔദ്യോഗിക വിഭാഗം നിലപാടെടുത്തു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. വിഷ്ണു മോഹന് വേണ്ടി വേറെ കുറച്ച് ആളുകൾ. ആരാണ് ഈ തീരുമാനം എടുത്തത്? ഇപ്പോൾ ഈ പാർട്ടിക്ക് നാഥനില്ലാത്ത തരത്തിലേക്ക് പോവുകയാണ് RSP എന്ന് പറയുന്ന പാർട്ടി. അവിടെ ഷിബു ബേബി ജോൺ AACs ഒരു പക്ഷം, അതാണ് ഔദ്യോഗിക പക്ഷം. പ്രേമചന്ദ്രന്റെ വിമത വിഭാഗം മറുപക്ഷം. പ്രേമേന്ദ്രന്റെ വിമത വിഭാഗമാണ് ഈ പ്രേമേന്ദ്രന്റെ മകന്റെ പേര് നിർദ്ദേശിച്ചത്. ഇപ്പുറത്ത് MS ഗോപകുമാറിന്റെ പേര്, ഈ 2 പേരുകൾ മാത്രമാണ് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വന്നത്. മറ്റൊരു പേരുകളും ഉൾപ്പെടുത്തിയിരുന്നില്ല. അതില് വലിയ തർക്കം രൂക്ഷമായതോടെ ഒരു സമവായം എന്ന നിലയിലാണ് മൂന്നാമത്തെ ഒരു പേരായി അഡ്വക്കേറ്റ് വിഷ്ണു മോഹന്റെ RYF സംസ്ഥാന സെക്രട്ടറിയുടെ പേര് വന്നത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ അത് അംഗീകരിക്കപ്പെട്ടു. സമവായം എന്ന നിലയിൽ 2 കൂട്ടർക്കും അംഗീകരിക്കാൻ കഴിയുന്ന പേരെന്ന നിലയിൽ സമവായം എന്ന നിലയിലാണ് ഈ പേര് അംഗീകരിച്ചതും പോയത്. പക്ഷേ N. നൌഷാദിനെ സംബന്ധിച്ച് അത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഏറ്റവും സാധാരണഗതിയിൽ മണ്ഡലം കമ്മിറ്റിയിൽ കൂടുതൽ ആൾക്കാരെ പിന്തുണ കിട്ടുന്ന ആളുടെ പേര് കൂടി ജില്ലാ കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും വരേണ്ടതായിരുന്നു. പക്ഷെ ബോധപൂർവം കൊണ്ടുവന്നില്ല എന്നാണ് N. നൌഷാദിന്റെ പരാതി. അത് സംബന്ധിച്ച് സംസ്ഥാന നിലവിൽ സെക്രട്ടറിയുടെ ചുമതല വയ്ക്കുന്ന AACസിനെ അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു രാജി കൊണ്ട് ഇത് അവസാനിക്കുമെന്ന് കരുതുന്നില്ല. ഇരവിപുരത്ത് മാത്രമല്ല മറ്റു പല ജില്ലകളിലും RSPയിൽ പുകഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഈ പൊട്ടിത്തെറി ഇവിടെ സംഭവിച്ചത് ഒരു തുടക്കം മാത്രമാണ്. ഇത് ഇനി ഇലക്ഷൻ ആവുന്നതിന് മുമ്പ് തന്നെ നിരവധി പേർ പാർട്ടി വിടാൻ ഇപ്പോൾ തയ്യാറായി നിൽക്കുകയാണ്. രാജ്കുമാർ, ഏതായാലും കഴിഞ്ഞ ദിവസം ഈ പ്രേമചന്ദ്രൻ ആ പാർട്ടിയിൽ പിടിമുറുക്കുകയാണ്. ഇനി തനിക്ക് ശേഷം മകൻ എന്ന അർത്ഥത്തിൽ നിലപാടെടുത്തു. അത് വേണ്ട എന്ന് വലിയൊരു വിഭാഗം തന്നെ തീരുമാനമെടുക്കുകയും ചെയ്തു. ഒരു വലിയ വിഭാഗം ആളുകൾ RSPക്കാർ പ്രേമചന്ദ്രനെതിരെ തിരിയുന്നു എന്നുള്ള സാഹചര്യം കൂടി ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇന്ന് ഗുഡ് മോർണിംഗ് കേരളയിൽ നമ്മൾ ചർച്ച ചെയ്തത് പ്രേമചന്ദ്രന്റെ ആ ഒരു അപ്രമാദിത്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം RSPയിൽ നഷ്ടമായി.
അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ചിത്രം എന്ന് പറയുന്നത്. രാവിലെ നമ്മളതാണ് ഗുഡ് മോർണിംഗ് കേരളയിൽ ബ്രേക്കിംഗ് ആയി നൽകിയതും ചർച്ച ചെയ്തതും. പ്രേമചന്ദ്രന്റെ ആ ഒരു കാലം എന്ന് പറയുന്നത് RSPയിൽ ഇനി അധികം മുന്നോട്ട് പോവില്ല. കാര്യം ആ ഒരു കാവ്യനീതിയാണ്. പ്രേമചന്ദ്രനെ പോലൊരു വ്യക്തി RSPയെ LDFനെ വഞ്ചിച്ചുകൊണ്ടാണ് RSPയിലുള്ള AFs ഉൾപ്പെടെയുള്ളവരെ ചതിച്ചും അവരെ പറ്റിച്ചുമാണ് ഈ പാർലമെന്ററി മോഹം മൂത്തിട്ട അധികാര ഭ്രാന്ത് മൂലം അല്ലെങ്കിൽ അധികാര ഭ്രമം മൂലം ഈ UDFിലേക്ക് പോയത് RSPയെ കൊണ്ട് കെട്ടിയത്. പക്ഷെ ആ നാളിതുവരെ ഇങ്ങോട്ട് പരിശോധിച്ചാൽ RSPക്ക് നഷ്ടം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഒരു നേട്ടങ്ങളും ഉണ്ടായിട്ടില്ല. RSP എന്നുള്ള പാർട്ടി UDFിൽ LDFിൽ ഉള്ളതിനേക്കാളും കൂടുതൽ തകർച്ചയിലേക്ക് പോയി എന്നാണ് ഇതുവരെയുള്ള അവരുടെ സമ്മേളനങ്ങളുടെ കണക്കെടുത്താലും സമ്മേളന റിപ്പോർട്ടുകൾ പരിശോധിച്ചാലും. രാജ്കുമാർ പറഞ്ഞ പോലെ ഈ പ്രേമചന്ദ്രൻ ആ പാർട്ടിയെ തകർത്തു എന്നുള്ള ബോധ്യം പാർട്ടിയിലെ ഭൂരിപക്ഷം പേർക്കുമുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ ഒരു കാവ്യനീതി കൂടിയാണ് ഇപ്പോഴത്തെ ഈ മറുപടി. പ്രേമേന്ദ്രൻ പണ്ട് ചെയ്ത അതേ ഒരു ന്യായം പറഞ്ഞ് വീണ്ടും ഇപ്പൊ മകനിലേക്ക് ഈ അധികാര മോഹത്താൽ മകനെ കൂടി കളത്തിലിറക്കാൻ ശ്രമിക്കുമ്പോൾ RSP എന്ന് പറയുന്ന ഒരു കൊച്ചു പാർട്ടിയാണ്. അവശേഷിക്കുന്ന ആളുകൾക്ക് പോലും അതിനുവേണ്ടി നിരവധി പോലീസ് മർദ്ദനങ്ങളും മറ്റും ഏറ്റുവാങ്ങി ജയിൽവാസം അനുഷ്ഠിച്ച യുവാക്കൾ നിരവധി ഉണ്ടായിട്ട് അവരെയെല്ലാം മാറ്റി നിർത്തി RSPയിൽ ഒരു പാർട്ടി മെമ്പർ മാത്രമായ കാർത്തിക് പ്രേമേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാൻ അദ്ദേഹത്തിന്റെ പിതാവ് തന്നെ ശ്രമിക്കുന്നു എന്നുള്ളിടത്താണ് RSPയിൽ വലിയ ഒരു നീക്കമുണ്ടായതും. അങ്ങനെ ഭൂരിപക്ഷത്തിന്റെ കണക്ക് പറഞ്ഞ് വോട്ടെടുപ്പ് നടത്തിയൊന്നും ഇവിടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ട, അത് ഇടതുപക്ഷ ശൈലിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് AFസും ഷിബു ബേബി ജോണും പ്രേമചന്ദ്രന്റെ മകന്റെ സ്ഥാനാർത്ഥിത്വം തട്ടിത്തെറിപ്പിച്ചത്.